Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ EXPR കമാൻഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് അരിത്തമാറ്റിക് അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന നോക്കി. ഇന്ന് നമുക്ക് കമാൻഡിന് പകരം ഒരു മെത്തേഡ് ഉണ്ട്, അരിത്തമാറ്റിക് എക്സ്പെൻഷൻ ഇൻ ബാഷ്. അതായത് അരിത്തമാറ്റിക് എക്സ്പെൻഷൻ, അതായത് ഡോളർ 2 ബ്രാക്കറ്റ് പിന്നെ 2 ബ്രാക്കറ്റ്. അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ഓപ്പറേറ്റർ 1, പിന്നെ ഓപ്പറേറ്റർ പ്ലസ് ആണോ മൈനസ് ആണോ സബ്ട്രാക്ഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ, പിന്നെ ഓപ്പറേറ്റർ 2. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതായത് ആദ്യം നമ്മളൊരു വേരിയബിളിലേക്ക് ഇപ്പൊ ഞാൻ റിസൾട്ട് ഈസ് ഈക്വൽ ടു അതിനുശേഷം ഡോളർ 2 ബ്രാക്കറ്റ് പിന്നെ 2 ബ്രാക്കറ്റ്. അതിന്റെ അകത്ത് 2 നമ്പർ നമ്മൾ ആഡ് ചെയ്ത് വിചാരിച്ചു 4+5. ഇവിടെ നമുക്ക് സ്പേസിന്റെ പ്രശ്നമൊന്നുമില്ല, ഈ XPR പോലെ സ്പേസ് ഇങ്ങനെ ഇടണം അങ്ങനൊന്നുമില്ല. അപ്പൊ ഞാൻ 4+5 ടൈപ്പ് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിച്ചു. എനിക്ക് റിസൾട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ എക്കോ കമന്റ് യൂസ് ചെയ്യുക. എക്കോ കമന്റ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ എക്കോ കമന്റ് യൂസ് ചെയ്തിട്ട് റിസൾട്ടിന്റെ അകത്തുള്ള വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ, റിസൾട്ട് ഒരു വേരിയബിൾ ആണ്, അതിന്റെ അകത്തുള്ള വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഡോളർ നമ്മൾ യൂസ് ചെയ്യണം. ഏതൊരു വേരിയബിളിന്റെ അകത്തുള്ള വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഡോളർ യൂസ് ചെയ്യുക. പിന്നെ വേരിയബിളിന്റെ നെയിം റിസൾട്ട് ജസ്റ്റ് എൻ്റർ. അപ്പോൾ 4+5 9. ഇപ്പൊ നേരത്തെ തന്നെ ഞാൻ 4ന്റെ ഇവിടെ അടുപ്പിച്ചിട്ട് വിചാരിച്ച 4+5 5 വരെ ഒരു 35 ഇട്ടു. ഇനി ഞാൻ എൻ്റർ അടിച്ചു. അതിനുശേഷം എക്കോ ഡോളർ റിസൾട്ട് അടിച്ചു. അപ്പൊ 39. സ്പേസിന്റെ ഒരു പ്രശ്നമില്ല. നമുക്കിവിടെ ആൻസർ പ്രിന്റ് ചെയ്യണമെങ്കിൽ എക്കോ യൂസ് ചെയ്യണം. മറ്റേതാണെങ്കിൽ EXPR ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം 3+5 ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ 8 പ്രിന്റ് ചെയ്യും. നമുക്ക് എക്കോ കമന്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല EXPR വെച്ച് ചെയ്യുമ്പോൾ. ഇവിടെ നമുക്ക് ഇതൊരു മെത്തേഡാണ്, കമാൻഡ് അല്ല. അപ്പൊ ആദ്യം നമ്മൾ ആ വാല്യൂ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം ഈ ഒരു മെത്തേഡ് വെച്ചിട്ട്. ആ മെത്തേഡ് എന്ന് പറയുന്ന പേരാണ് അരിത്തമാറ്റിക് എക്സ്പെൻഷൻ ഇൻ ബാഷ്. അതായത് ഡോളർ പിന്നെ 2 ബ്രാക്കറ്റ് പിന്നെ 2 ബ്രാക്കറ്റ്. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ അരിത്തമാറ്റിക് എക്സ്പെൻഷൻ മെത്തേഡ് ഇൻ ബാഷ് ഇറ്റ് ഈസ് മച്ച് ഈസിയർ ദാൻ EXPR. ഓപ്പറന്റ് 1 പിന്നെ ഓപ്പറേറ്റർ പിന്നെ ഓപ്പറന്റ് 2. ഇതാണ് ശരിക്കുള്ള ഇൻഡെക്സ്. അതായത് നമ്മുടെ ഇൻഡെക്സ് പറഞ്ഞാൽ ഒരു വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും. ഡോളർ 2 ബ്രാക്കറ്റ് പിന്നെ ഓപ്പറന്റ് 1, അതായത് 35 പിന്നെ പ്ലസ് ആണോ മൈനസ് ആണോ അത് ഓപ്പറേറ്റർ പിന്നെ ഓപ്പറന്റ് 2. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള മെത്തേഡ്. ഈ ഒരു ഇതിന് പറയുന്ന പേരാണ് അരിത്തമാറ്റിക് എക്സ്പെൻഷൻ ഇൻ ബാഷ്. It lets you do arithmetic operations directly in your script, no need for EXPR. It returns the result of the expression. അതായത് റിട്ടേൺ ചെയ്യും ആ എക്സ്പ്രഷന്റെ റിസൾട്ട്. ആ റിസൾട്ട് വേറെ വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യണം. അതാണ് ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളത്. റിസൾട്ട് പറഞ്ഞിട്ടുള്ള വേരിയബിളിലേക്കാണ് ഈ ഒരു എക്സ്പ്രഷന്റെ ഔട്ട്പുട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ആ ഔട്ട്പുട്ട് റിസൾട്ട് വേരിയബിൾ സ്റ്റോർ ചെയ്തു. അതിനുശേഷം എക്കോ എന്ന കമന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രിന്റ് ചെയ്തു. ഇതിന് പകരം ഞാനിപ്പോ വേറെ A=8 B=6. എനിക്ക് ഇതിന്റെ ഒരു റിസൾട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്താ യൂസ് ചെയ്യുക? നമുക്ക് ആദ്യം ഒരു റിസൾട്ട് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. റിസൾട്ട് ഈസ് ഈക്വൽ ടു ഡോളർ 2 ബ്രാക്കറ്റ് പിന്നെ 2 ബ്രാക്കറ്റ്. ഇതിന്റെ അകത്താണ് നമ്മൾ വേരിയബിൾ ആഡ് ചെയ്യുന്നത്. എയും ബിയും ഓൾറെഡി വേരിയബിളാണ്. അപ്പൊ അതിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ശരിക്കും എങ്ങനെ ചെയ്യേണ്ടത്? ഡോളർ എ പ്ലസ് ഡോളർ ബി, ഇങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ഡോളർ ഇൻസൈഡിൽ ഇട്ടില്ലെങ്കിലും ആൻസർ കിട്ടും. അതായത് ഞാൻ ആദ്യം ഈ എക്സാമ്പിൾ കാണിക്കാം. റിസൾട്ടിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തു. ഇനി എക്കോ കമന്റ് യൂസ് ചെയ്തിട്ട് ഞാൻ റിസൾട്ട് പ്രിന്റ് ചെയ്യാണ്. റിസൾട്ട് ഈസ് ഈക്വൽ ടു ഡോളർ, അതായത് ഈ റിസൾട്ടിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ ഡോളർ യൂസ് ചെയ്യണം. ആ വേരിയബിളിന്റെ നെയിം റിസൾട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഈ ഒരു ബ്രാക്കറ്റിന്റെ ആവശ്യം നമുക്കില്ല. ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ എത്രയാണ്? റിസൾട്ട് ഈസ് ഈക്വൽ ടു 14. ആഡ് ആൻസർ 8 6 കൂടി ആഡ് ചെയ്ത 14. അതിന് പകരം നമുക്കിപ്പോ എ ഞാൻ മാറ്റുകയാണ്. A=56. അതിനുശേഷം ഞാൻ ഡോളർ ഇവിടെ ഈ ഒരു എയുടെ വാല്യൂ കിട്ടണമെങ്കിൽ ഡോളർ യൂസ് ചെയ്തു. ശരിക്കും ഡോളർ യൂസ് ചെയ്തില്ലെങ്കിലും നമുക്ക് ഇതിൽ ആൻസർ കിട്ടും. നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്താൽ ഇതിന്റെ ആൻസർ കിട്ടും. അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം എക്കോ റിസൾട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് 62 കിട്ടും. അതിനോട് 62 കിട്ടിയത് എ അപ്ഡേറ്റ് ആയി. A56 B6 56ഉം 6ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ 62. നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ആണ് കൊടുത്തുള്ളത്. A=10 B=5. ഇനി നമ്മൾ റിസൾട്ട് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. റിസൾട്ട് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാനാണ് എയും ബിയും കൂടി ആഡ് ചെയ്തു.
എയും ബിയും കൂടി ആഡ് ചെയ്ത് ഒന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഇതിന്റെ അകത്തും ഡോളർ ഇടാം. ഈ മെത്തേഡാണ് ഓർത്ത് വെക്കണം നല്ലത്. ഇതാകുമ്പോൾ നമ്മളൊരു ഏതൊരു വേരിയബിളിന്റെ മുന്നിലും വാല്യൂ കിട്ടണമെങ്കിൽ ഡോളർ കൊടുക്കണം. ആ ഒരു റൂൾ വെച്ചിട്ട് നമുക്ക് ഇത് ഓർത്ത് വെക്കാൻ പറ്റും. പക്ഷെ ഇതിൽ നമുക്ക് ഇങ്ങനെ കൊടുത്താലും ആൻസർ കിട്ടും. അതിനുശേഷം എക്കോ കമന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ റിസൾട്ട് പ്രിന്റ് ചെയ്യിച്ചു. ഔട്ട്പുട്ട് സം ഈസ് ഈക്വൽ ടു 15 കിട്ടി. വൈ യൂസ് ഇൻസ്റ്റെഡ് ഓഫ് EXPR? EXPRനൊക്കെ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് എന്തുകൊണ്ടുള്ളതെന്ന്, എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈസിയർ ടു റീഡ്, വേഗത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോ നീഡ് ടു വെരി അബൌട്ട് എസ്കേപ്പിംഗ്. അതായത് EXPR വെച്ചിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഈ എസ്കേപ്പിംഗ് ക്യാരക്ടറിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കണം. ഇതിൽ അതിന്റെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മോർ ഓപ്പറേറ്റേഴ്സ് ലൈക്ക് സ്റ്റാർ ഒക്കെ ഇതിൽ സപ്പോർട്ട് ആവും. സ്റ്റാർ സപ്പോർട്ട് ആവും എന്ന് പറഞ്ഞാൽ 22 ടു ദി എക്സ്പെൻഷൻ ചെയ്യണമായിരിക്കുക. 2 ടു ദി പവർ 3 ചെയ്ത 8 കിട്ടുക. അത് കിട്ടണമെങ്കിൽ റിസൾട്ട് ഈസ് ഈക്വൽ ടു ജസ്റ്റ് ഡോളർ 2 ബ്രാക്കറ്റ് അതിനുശേഷം 2 ടൈപ്പ് ചെയ്യുക. അതിനുശേഷം 2 സ്റ്റാർ 2 ടു ദി പവർ 3 ടൈപ്പ് ചെയ്താൽ അതിന്റെ ആൻസറിനിട്ട് റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്തു. ഞാൻ പ്രിന്റ് ചെയ്യണമെങ്കിൽ എക്കോ കമന്റ് യൂസ് ചെയ്യുക. എക്കോ കമന്റ് റിസൾട്ട് ഇസ് ഈക്വൽ ടു ഡോളർ റിസൾട്ട്. ഇപ്പത്തെ 2 ടു ദി പവർ 2 into 2 into 2 എന്ന് പറഞ്ഞാൽ 8 കിട്ടുക. ഇനി ഇവിടെ 3യുടെ പകരം ഞാൻ 5 കൊടുത്തു വിചാരിക്കുക. അപ്പൊ 8ന് പകരം 1632 ആയിരിക്കും കിട്ടുക. അപ്പൊ നമ്മുടെ ആൻസർ പ്രിന്റ് ചെയ്ത് എത്ര കിട്ടുക? 32 കിട്ടുക. ഇനി 2ന് പകരം ഞാൻ 3 ടു ദി പവർ 3 എന്ന് കൊടുത്തു വിചാരിക്കുക. അപ്പൊ 3 into ഇവിടെ 5 വരെ 4 കൊടുത്തു. ഇനി ഞാൻ ആൻസർ പ്രിന്റ് ചെയ്യുക. 3 into 3 into 3 into 3 9 into 9 81 ആയിരിക്കും ആൻസർ കിട്ടുക. കണ്ട റിസൾട്ട് ഇസ് ഈക്വൽ ടു 81. നമുക്ക് അങ്ങനെ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇനി 3 into 4 ചെയ്യണമെങ്കിൽ ജസ്റ്റ് സ്റ്റാർ മാത്രം കൊടുത്താൽ മതി. ഇനി ആൻസർ പ്രിന്റ് ചെയ്യണമെങ്കിൽ കണ്ട റിസൾട്ട് ഇസ് ഈക്വൽ ടു 3 into 4 പറഞ്ഞാൽ 12 ആണ്. ഇനി അഡീഷണൽ ചെയ്യണമെങ്കിൽ ജസ്റ്റ് 3 പ്ലസ് കൊടുത്താൽ മതി, അഡീഷൻ കിട്ടും. 3 plus 4. ഇനി ആൻസർ പ്രിന്റ് ചെയ്യണമെങ്കിൽ റിസൾട്ട് പ്രിന്റ് ചെയ്യുക. റിസൾട്ട് എക്കോ യൂസ് ചെയ്തിട്ട് റിസൾട്ട് പ്രിന്റ് ചെയ്താൽ 3ഉം 4ഉം കൂടി ആഡ് ചെയ്ത് 7 കിട്ടും. ഇനി സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടി വരിക. 31 1 minus 4. അതിനുശേഷം എക്കോ യൂസ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യിച്ചു. അപ്പൊ എത്ര റിസൾട്ട് 27. 31 minus 4 27. ജസ്റ്റ് ക്ലിയർ യൂസ് ചെയ്യണം. അതിനുശേഷം 31 minus 4 പകരം 31 മോഡുലസ് സിമ്പിൾ പറഞ്ഞാൽ റിമൈൻഡർ എത്ര കിട്ടുക? 31നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 തവണ കറക്റ്റ് ആയിട്ട് പോകും. 7 into 4 7 into 4 28. ബാക്കി റിമൈൻഡർ 3 ആണ് കിട്ടുക. ജസ്റ്റ് എൻ്റർ അടിച്ചു. അതിനുശേഷം ആൻസർ പ്രിന്റ് ചെയ്യിക്കാണ്. എത്രയാണ് റിമൈൻഡർ കിട്ടുക? റിമൈൻഡർ എത്ര കിട്ടുക? 3. അതാണ് അതിന്റെ അർത്ഥം. റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മോഡുലസ് യൂസ് ചെയ്യുക. ഏതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? പ്ലസ് പറഞ്ഞാൽ അഡീഷൻ ആണ് യൂസ് ചെയ്യുക. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഡോളർ 2 ബ്രാക്കറ്റ് 5 plus 3 അപ്പൊ 8 കിട്ടും. അതിനുശേഷം ഇത് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്താ യൂസ് ചെയ്യുക? നമ്മൾ ആദ്യക്ക് ഇതിപ്പോ 8 കിട്ടണമെങ്കിൽ ആദ്യം ഒരു റിസൾട്ട് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. റിസൾട്ട് ഇസ് ഈക്വൽ ടു അതിനുശേഷം ഡോളർ 2 ബ്രാക്കറ്റ് പിന്നെ ഇവിടെ 2 ബ്രാക്കറ്റ്. അതിന്റെ അകത്താണ് നമ്മൾ വാല്യൂസ് ആഡ് ചെയ്യുന്നത്. 5ഉം 3ഉം കൂടി ആഡ് ചെയ്യുന്നതുകൊണ്ട് 5 plus 3. അതിനുശേഷം ഇത് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് യൂസ് ചെയ്യുക? പ്രിന്റ് ചെയ്യണമെങ്കിൽ എക്കോ ബ്രാക്കറ്റ് ജസ്റ്റ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഡോളർ റിസൾട്ട് പ്രിന്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആ വാല്യൂ മാത്രമായിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റിസൾട്ട് ഈസ് ഈക്വൽ ടു കൊണ്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ റിസൾട്ട് ഈക്വൽ ടു ഡോളർ റിസൾട്ട് അങ്ങനെ പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് പ്രിന്റ് ചെയ്യിക്കാൻ പറ്റുക. ഇനിയും സബ്ട്രാക്ഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഡോളർ ഡബിൾ ബ്രാക്കറ്റ് 10 minus 2 പിന്നെ മൾട്ടിപ്ലിക്കേഷന് സ്റ്റാർ യൂസ് ചെയ്യാം, ഡിവിഷന് ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യാം, മോഡുലസ് റിമൈൻഡർ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യാൻ പറ്റും, എക്സ്പോണൻഷിയേഷൻ 2 സ്റ്റാർ കൊടുക്കാം. അപ്പൊ ഈ മെത്തേഡൊക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒരു വൺ മോർ പ്രത്യേകത എന്താ? ക്ലീനർ സിൻഡെക്സ് വർക്ക് ഇൻസൈഡ് എക്കോ ടു. എക്കോടെ അകത്ത് അടക്കം പ്രിന്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോ സെപ്പറേറ്റ് ഡോളർ ചെയ്തു, അതിനുശേഷം വീണ്ടും പ്രിന്റ് ചെയ്യാൻ എക്കോ കൊടുത്തു, അതിന് പകരം എക്കോ അകത്തിറക്കം വേണമെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. എക്കോ കൊടുക്കുക, അതിനുശേഷം ഡോളർ സിമ്പിൾ 2 ബ്രാക്കറ്റ് പിന്നെ 2 ബ്രാക്കറ്റ്. ഇതിന്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ 3 plus 5 ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പൊ ആൻസർ കിട്ടി. അപ്പൊ എക്കോടെ അകത്തിറക്കുന്നത് വർക്ക് ആവും. ഞാൻ ഒരു num1 പറഞ്ഞിട്ടുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതിലേക്ക് ഞാൻ 3 സ്റ്റോർ ചെയ്തു. അതിനുശേഷം num2 പറഞ്ഞിട്ടുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതിലേക്ക് ഞാൻ 5 സ്റ്റോർ ചെയ്തു. 3ഉം 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടുക? 15 കിട്ടുക. അതിന്റെ ഒറ്റ ലൈനിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ എക്കോ യൂസ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും. എക്കോ യൂസ് ചെയ്യുക,
അതിനുശേഷം ഡോളർ ഡബിൾ ബ്രാക്കറ്റ് ഇതാണ് ആ മെത്തേഡ്. ഈ മെത്തേഡിന്റെ അകത്താണ് നമ്മൾ എക്സ്പ്രഷൻ ചെയ്യുന്നത്. അതായത് നം1 നം2 ആഡ് ചെയ്യുന്നത്. നം1 എന്ന് പറഞ്ഞ ഒരു വേരിയബിളാണ്. അപ്പൊ ആ വേരിയബിളിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ ഡോളർ യൂസ് ചെയ്യണം. ഡോളർ യൂസ് ചെയ്തിട്ട് ഇവിടെ യൂസ് ചെയ്യാം, ഡോളർ ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഡോളർ ടൈപ്പ് ചെയ്തിട്ടുള്ള മെത്തേഡ് ഓർത്തേക്കണം നല്ലത്. അതാകുമ്പോൾ എല്ലായിടത്തും നമുക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പൊ ആദ്യക്ക് നം1 ആഡ് ചെയ്യണം. അപ്പൊ ഡോളർ നം1 ആഡ് അല്ല, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തു. അതിനുശേഷം ഡോളർ നം2 ടൈപ്പ് ചെയ്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. 3 into 5 പറഞ്ഞാൽ 15 കിട്ടി. ഇനി നം1 ഞാൻ അപ്ഡേറ്റ് ചെയ്യണം. നം1 ഈസ് ഈക്വൽ ടു 3ക്ക് പകരം 10 കൊടുത്തു. അതിനുശേഷം ഞാൻ എക്കോ നം1 into നം2 ടൈപ്പ് ചെയ്താൽ 50 കിട്ടും. കാരണം നം1 അപ്ഡേറ്റ് ആയി, ഇപ്പോഴുള്ള വാല്യൂ 10 ആണ്. നം2 ഇപ്പോഴും 5 തന്നെയാണ്. 10 into 5 ചെയ്താൽ 15 കിട്ടും. അപ്പൊ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 into 5 ചെയ്താൽ 15 കിട്ടും.